നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഈ ഒരു സമയം നിങ്ങൾക്ക് വന്നു ചേർന്ന വലിയൊരു മാനസിക ഭാരത്തിൽ നിന്നും മാനസിക വിഷമത്തിൽ നിന്നും പതിയെ പുറത്ത് കടക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ചുറ്റുപാടിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ച ചില നഷ്ടങ്ങളുടെ ഓർമ്മകളിൽ നിന്നോ, അതേപോലെ തന്നെ നിങ്ങളെ എപ്പോഴും വേദനിപ്പിക്കാനായിട്ട് മാത്രം ശ്രമിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നൊക്കെ മനഃപൂർവ്വം പുറത്ത് കടക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അതിനെയൊക്കെ വിട്ട് കളയാനായിട്ട് നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇനിയും ആ ഒരു സാഹചര്യത്തിൽ നിന്നാൽ ശരിയാവില്ല. അത് നിങ്ങളെ മാനസികമായിട്ട് വീണ്ടും തളർത്തുക മാത്രമേ ഉള്ളൂ എന്ന ശക്തമായ ഒരു തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും മോശം അവസ്ഥകളെയും ഭയപ്പെടാതെ അതിനെ എങ്ങനെയും നേരിടണം എന്ന ഒരു മനസ്സ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതായത് മുൻപത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെയാണ് ഇനിയും നിങ്ങളെ വേദനിപ്പിക്കുന്ന അത്തരം കാര്യങ്ങളെയൊന്നും പിടിച്ചു നിർത്തേണ്ട, അതിനെ ഉപേക്ഷിക്കണമെന്ന ചിന്ത നിങ്ങളിലേക്ക്, ആ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നത്. ഇവിടെ മുന്നോട്ട് നീങ്ങുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ഒരേ ഒരു വഴി എന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ വേദനകളിൽ നിന്നും നിരാശകളിൽ നിന്നും ഒരു മോചനം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിലെ പുതിയൊരു തുടക്കത്തിന് വേണ്ടി മാനസികമായിട്ട് ഇപ്പോൾ നിങ്ങൾ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മനസ്സമാധാനവും സന്തോഷവുമൊക്കെ വീണ്ടും നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരം ചെയ്യാത്ത, നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്ന, നിങ്ങൾക്ക് വേദനകൾ മാത്രം നൽകുന്ന ഏതൊരു വ്യക്തിയെയും സാഹചര്യത്തെയും ഓർമ്മകളെയും നിങ്ങൾ മുറുകെ പിടിച്ചാൽ അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളെ കൂടുതൽ തളർത്തുക മാത്രമേ ഉള്ളൂ. അല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു പ്രയോജനവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ അവയൊക്കെ ഉപേക്ഷിക്കാനായിട്ട് നിങ്ങളെടുത്ത തീരുമാനം വളരെ നല്ലതാണെന്നും അത് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണെന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഉപേക്ഷിക്കൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിൽ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം ഇപ്പോഴും നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്ന്. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു ശക്തി, ഒരു അദൃശ്യ ശക്തി നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കാനായിട്ട് എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ടെന്ന്. അതിനാൽ തന്നെ നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനം, ആ ഒരു ശക്തി തന്നെ നിങ്ങളുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്നതാണ്. കാരണം നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കാനായിട്ട്, നിങ്ങളുടെ ജീവിതത്തിന് സമാധാനവും സന്തോഷവും നൽകാനായിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനത്തിനനുസരിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ആ ഒരു അദൃശ്യ ശക്തിയുടെ സഹായവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് പോകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സമാധാനത്തിൻ്റെ തിരിച്ചുവരവാണ്. അതായത് ഇതുവരെ നിങ്ങളെ വേട്ടയാടിയിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞുപോയി മനസ്സ് ശാന്തമാവുന്നതാണ്. മനസ്സിലും ജീവിതത്തിലും ഒരു വെളിച്ചം
നിറയുന്നതാണ്. ഇവിടെ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന പുതിയ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇവിടെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്ന ഒരു നല്ല സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരും വളരെ കാലമായിട്ട് കാത്തിരുന്ന നല്ല വാർത്തകളൊക്കെ ഈ ഒരു സമയം നിങ്ങളെ തേടിയെത്തുമെന്ന് കാണുന്നുണ്ട്. കൂടാതെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ അവിടെ കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയും പ്രതീക്ഷയുമൊക്കെ പകർന്നു കൊടുക്കാനായിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമാവുന്നതാണ്. അതായത് വളരെ കാലമായിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ഈ ഒരു സമയം സഫലമാവും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്ന് പ്രപഞ്ചം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വന്നു ചേരുന്ന ചെറിയ സന്തോഷങ്ങളെ പോലും വിലമതിച്ച് കാണാനും അതിൽ പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയോട് നന്ദി പറയാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഹൃദയം തുറന്ന് ചിരിക്കാനും സന്തോഷിക്കാനും കഴിയുന്ന പല അവസരങ്ങളും നിങ്ങളെ തേടി എത്തുന്നുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ കുറച്ച് കാലമായിട്ട് നിങ്ങൾക്ക് നിലനിന്നിരുന്ന സങ്കടങ്ങൾക്കും നിരാശകൾക്കും ശേഷം മനസ്സിന് ആശ്വാസവും സന്തോഷവും നൽകുന്ന ധാരാളം നല്ല നിമിഷങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നല്ലത് പറയാനും പ്രവർത്തിക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ സങ്കടത്തിൽ പങ്കുചേരാനുമൊക്കെ നിങ്ങൾ ശ്രമിക്കുക എന്ന്. അതിലൂടെ തീർച്ചയായിട്ടും ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.